4 പ്രീമിയം ലക്ഷറി വീടുകൾ അടങ്ങുന്ന തിരുവനന്തപുരം പേരൂർക്കടയ്ക്ക് തൊട്ടടുത്തായി നിർമ്മിച്ചിരിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അതിലെ ആദ്യത്തെ വീടിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയി പറയുന്നത്. ഈ വീടിനുള്ളിൽ 2 വലിയ ഹോളുകളും 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു 4K ഡോൾബി അറ്റ്മോസ് വിത്ത് AC ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഹോം തിയേറ്ററും 2 ബാൽക്കണികളും ഒരു മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസും ഒരു മോഡേൺ മോഡുലർ കിച്ചണുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മുഴുവൻ ഡീറ്റെയിൽസിനുമായി വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തിരുവനന്തപുരത്തെ പേരൂർക്കടയ്ക്ക് സമീപം വഴയില എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് 4 വീടുകൾ അടങ്ങുന്ന ഈ ഒരു റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 3 BHK ആൻഡ് 4 BHK വീടുകളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാണുന്നത് പോലെ ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളിലേക്കുള്ള വഴി മുഴുവനായി ഇന്റർലോക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുന്നിലേക്ക് വരുമ്പോൾ നല്ല വീതിയിലുള്ള ലോറി ആക്സസ് തന്നെ ലഭിക്കുന്ന ടാർ റോഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈവനിംഗ് ടൈം ഒക്കെ ആകുമ്പോൾ ഇവിടെ നിന്നുള്ള വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇവിടെ 3 3 BHK വീടുകളും ഇനി ഇവിടെ കാണുന്ന 4 BHK പ്ലസ് ഒരു ഹോം തിയേറ്റർ വരുന്ന വീടുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കിഴക്ക് ദർശനം കൊടുത്തുകൊണ്ട് 4.25 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2 വലിയ കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ ഒരു കവേർഡ് കാർ പോർച്ച് ഏരിയ കൂടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിൽ തന്നെ നല്ല വീതിയിലുള്ള ഒരു സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മുറ്റ മുഴുവനായി കല്ലുകളൊക്കെ പായിക്കൊണ്ട് ഗ്രാസ് ഒക്കെ വെച്ചുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ വീടിന്റെ ചുറ്റുമുള്ള പോർഷൻസ് നല്ല ബ്യൂട്ടിഫുൾ ആയി നാച്ചുറൽ ഗ്രീനറി ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ മുന്നിലെ ഒരു മോഡേൺ സിറ്റ് ഔട്ട് ഏരിയ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു സിറ്റിംഗ് ഏരിയ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയ ഡബിൾ ഫ്രണ്ട് ഡോറിലൂടെയാണ് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വിശാലമായ ഹോള് തന്നെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് സ്പേസുകളായി തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത് കൂടാതെ ഒരു മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചണും 2 അറ്റാച്ച്ഡ് ബാത്റൂംസ് അവൈലബിൾ ആയിട്ടുള്ള 2 ബെഡ്റൂംസും കൊടുത്തിട്ടുണ്ട് എന്നത് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഹോൾ ഏകദേശം 23x13 ഫീറ്റ് ഡയമെൻഷനിലാണ് ഒരുക്കിയിരിക്കുന്നത്. പേരൂർക്കടയ്ക്ക് സമീപം വഴയില എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിംഗിൽ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും സൊമാനിയുടെ വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾസിലും വക്സായാലും നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് രീതിയിൽ മോഡേൺ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ ഹോളിൽ ഒരു സൈഡിലെ വോൾ മോഡൽ ആയ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നല്ല എഫിഷ്യന്റ് ആയ സ്റ്റോറേജ് ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. വീട് വരെ പേരൂർക്കടയിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. പേരൂർക്കട വഴയില മെയിൻ റോഡ് സൈഡിലായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. മെയിൻ റോഡിൽ നിന്നും വെറും 500 മീറ്റർ മാത്രമാണ് ഈ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം. ഈ റോഡ് മുഴുവനായി ലോറി ആക്സസ് കൊടുത്തുകൊണ്ട് ടാർ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇനി ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വന്നാൽ സ്റ്റെയർകേസ് ഏരിയയുടെ സൈഡിലെ വാഷിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്നത് പോലെ പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിക്ചേഴ്സിനും ജാഗ്വാറിന്റെ മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റിംഗ്സും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ തന്നെ ഈ സ്പേസിനെ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ടെന്ന് തന്നെ പറയാൻ കഴിയും. സ്റ്റെയർകേസിന് താഴെ ഇൻവെർട്ടർ ഫെസിലിറ്റീസും കാണാൻ കഴിയും. ഇനി ഇവിടെ DBയിൽ നോക്കിയാൽ ഈ വീടിന് 3 ഫേസ് പവർ സപ്ലൈ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ വർക്ക്സും എല്ലാം തന്നെ V-ഗാർഡിന്റെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ മോഡേൺ മോഡുലർ കിച്ചണിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസും ഒന്ന് കാണാം. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. വീടിനുള്ളിലെ 4 ബെഡ്റൂംസും സിമിലർ സൈസസിലും സിമിലർ സ്പെസിഫിക്കേഷൻസിലും തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 13x10 ഫീറ്റ് ഡയമെൻഷനാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. കാണുന്ന പോലെ എല്ലാത്തരം മോഡേൺ ഫിറ്റിംഗ്സും ബാത്റൂംസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം ആണ്. ആദ്യത്തെ ബെഡ്റൂമിന് വളരെ സിമിലർ ആയി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസ് 2 ബാൽക്കണികളും ഒരു ഹോം തിയേറ്ററും അവൈലബിൾ ആണ്. ഇനി ഇവിടെ തന്നെ കാണുന്നത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. ബാത്റൂംസിലെ പൈപ്പ് ഫിറ്റിംഗ്സിനും മറ്റെല്ലാത്തരം സാനിറ്ററി ഫിക്ചേഴ്സിനും സൊമാനിയുടെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസും കണ്ടതിന് ശേഷം ഇനി ഇവിടെ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചൺ ആണ്. കാണുന്നത് പോലെ എൻട്രൻസിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയുള്ള പ്രസന്റേഷൻസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സെർവിംഗ് സ്പേസിന്റെ ബാക്കിലെ ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കിച്ചണിലേക്ക് വന്നാൽ കാണുന്നത് പോലെ ഇന്റീരിയർ ഡിസൈൻസ് ഒക്കെ തന്നെ നല്ല ഫ്യൂച്ചറിസ്റ്റിക് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് ക്യാബിനറ്റ്സിന്റെ ഒക്കെ കളർ തീം ആയാലും ഫോൾസീലും വക്സ് ആയാലും നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ തന്നെ ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും താഴെ മുകളിലുമായി ധാരാളം സ്റ്റോറേജ് ഓപ്ഷനായുള്ള ക്യാബിനറ്റ്സും സ്മോക്ക് എക്സോസ്റ്റിനായുള്ള ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. കാണുന്നത് പോലെ വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ കിച്ചണിൽ തന്നെ ഒരു സൈഡിൽ ഒരു വർക്ക് ഏരിയ എന്ന് പറയാൻ കഴിയുന്ന ഒരു പോർഷൻ കൂടെ അവൈലബിൾ ആണ്. ഇവിടെ തന്നെ ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും സിങ്കും സ്റ്റോറേജ് ഓപ്ഷനായുള്ള ക്യാബിനറ്റ്സും കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫുള്ളി ഇന്റർലോക്ഡ് ആയ ഒരു ബാക്ക് യാർഡ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ തന്നെ വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയ പൈപ്പ് ലൈൻ കണക്ഷനും വാഷിംഗ് ഏരിയയും നനകല്ലും ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രൊവിഷൻസും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ LPG സിലിണ്ടേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യാനുള്ള കേജസും ഉണ്ട്. നല്ലൊരു പ്രീമിയം വുഡൻ തീമിലാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർകേസ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. മുകളിലായി നോക്കിയാൽ ഡിസൈൻ
വെക്കാനുള്ള ഷാൻഡിലിയർ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നതും കാണാൻ കഴിയും. ഇതിലൂടെ കയറി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ സിമിലർ ആയ ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഹോളും ഒരുക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാകെ മൊത്തം ഒരു ഹോളും 2 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും 2 ബാൽക്കണികളും ഒരു ഹോം തിയേറ്ററും മൾട്ടിപർപ്പസ് ഓപ്പൺ സ്പേസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ധാരാളം വെളിച്ചവും വായു സഞ്ചാരവും ലഭിക്കുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലി മീറ്റിംഗ് സ്പേസ് ആയ ഗെറ്റ് ടു ദ പ്ലേസ് ആയൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് കൂടെയാണിത്. ഇവിടെ തന്നെ ഈ കാണുന്ന ഡോറിലൂടെ പ്രവേശിക്കുന്നതാണ് ആദ്യമേ പറഞ്ഞ ആ ഒരു 4K ഡോൾബി അറ്റ്മോസ് തിയേറ്റർ. ഇതിലേക്ക് വരുന്നതിന് മുൻപായി ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് വന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബാൽക്കണിയും വരുന്നത്. കാണുന്നത് പോലെ ബാൽക്കണിയുടെ 2 സൈഡിലായി വാർഡ്രോബ് ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ സ്പേസ് ആയാലും ഫോൾ സീലിംഗ് ഡിസൈൻസ് ആയാലും വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ കണ്ടതുപോലെ സിമിലർ ആയ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ പേരൂർക്കടയ്ക്ക് സമീപം വഴയില എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. പേരൂർക്കട വഴയില മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. മെയിൻ റോഡിൽ നിന്നും 500 മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഏരിയയിലേക്ക് എത്താൻ കഴിയും. നല്ല വീതിയിലുള്ള ലോറി ആക്സസിന് ലഭിക്കുന്ന ഒരു റോഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഇനി ഇവിടെ കാണുന്നതാണ് ആദ്യമേ പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഹോം തിയേറ്റർ. കാണുന്നത് പോലെ ഫുള്ളി എക്യുപ്ഡ് ആയി ടോപ്പ് എൻഡിൽ തന്നെയാണ് ഈ ഒരു ഹോം തിയേറ്റർ ഒരുക്കിയിട്ടുള്ളത്. ചുറ്റും അക്കോസ്റ്റിക്സും ഏറ്റവും കംഫർട്ടബിൾ ആയി തന്നെ ഫിലിം എൻജോയ് ചെയ്യാൻ പറ്റി 2 ചെയറുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫയർ ടിവിക്കും ലൈറ്റ്സ് കൺട്രോൾ ചെയ്യാൻ സെപ്പറേറ്റ് റിമോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സീലിംഗിലേക്ക് നോക്കിയാൽ പ്രൊജക്ടറും സ്പീക്കേഴ്സും കാണാൻ കഴിയും. ഒരു AC കൂടെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഹോം തിയേറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആദ്യമേ പറഞ്ഞതുപോലെ 4K ഡോൾബി അറ്റ്മോസിൽ തന്നെയാണ് ഈ ഒരു ഹോം തിയേറ്ററിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഇതുകൂടാതെ സ്ക്രീനിന്റെ മുന്നിലായി 2 സബ്വൂഫറുകളും സ്പീക്കറും സെൻട്രൽ സ്പീക്കറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ നല്ല കിഡിലും പ്രീമിയം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെ തരാൻ പറ്റിയ ഒരു ഹോം തിയേറ്റർ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പായിട്ടും പറയാൻ കഴിയും. ഇനി അത് കഴിഞ്ഞ് ഇവിടേക്ക് വരുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ യൂട്ടിലിറ്റി സ്പേസ്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ തന്നെ മെയിൻ ബാൽക്കണിയാണ്. കാണുന്ന പോലെ വളരെ സ്പേഷ്യസ് ആയും ബ്യൂട്ടിഫുൾ ആയി തന്നെ ഇത് പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവനിംഗ് ടൈമൊക്കെ ഒരു ചായ കുടിച്ച് പീസ്ഫുൾ ആയി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയായിരിക്കും ഇത്. 4.25 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു ഹോം തിയേറ്ററും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എന്നത് 1,15,00,000 രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിനായി 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. കൂടുതൽ ഡീറ്റെയിൽസിനായി വീട് വിസിറ്റ് ചെയ്യുവാനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇവിടെ തന്നെയുള്ള മറ്റ് വീടുകളുടെയൊക്കെ വീഡിയോസ് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.